സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ നല്ല രീതിയിൽ ഈ ഒരു അടുത്ത കാലത്ത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കൊറോണ കാലത്ത് തെയ്യം കലാകാരന്മാരൊക്കെ പട്ടിണിയായ അവസ്ഥയിൽ സർക്കാർ അനുവദിച്ച ഒരു ഫണ്ട് ഉണ്ടായിരുന്നു തെയ്യം കലാകാരന്മാർക്ക്. അത് പല കുടുംബങ്ങളിലും ഒരു സന്തോഷം, അവർ പ്രതീക്ഷിക്കാത്തൊരു പൈസയാണ്. കാരണം തെയ്യമില്ല, അതുപോലെ തന്നെ പണിയില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ തെയ്യക്കാരെ മറക്കാതെ ഈ ഒരു സർക്കാർ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോക്ലോർ അക്കാഡമി എന്ന് പറയുന്നത്, ഫോക്ലോർ അക്കാഡമി തെയ്യത്തെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ തെയ്യം കലാകാരന്മാർക്ക് ഫെലോഷിപ്പ് കൊടുക്കുന്നു. കാരണം നമ്മുടെ അറിവുകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിന് എന്താ പറയുക, ഒരു നിബന്ധന അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം നമ്മൾക്ക് ഉള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ചടങ്ങുകൾ, അതുപോലെ തന്നെ ഇന്ന തെയ്യത്തിന് ഇന്ന വേഷവിധാനങ്ങൾ, തെയ്യത്തെ പറ്റി അറിയാത്ത കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഫെലോഷിപ്പ് പദ്ധതി. ആ ഫെലോഷിപ്പ് പദ്ധതിയൊക്കെ സർക്കാരിൻ്റെ വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ടീച്ചർക്ക് കിട്ടുന്ന ഒരു വേതനത്തിൻ്റെ പകുതി ഒരു കലാകാരന് ഓരോ മാസവും ഇപ്പോൾ ഈ ഒരു അക്കാഡമി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു പദ്ധതി നിർത്തിയിട്ടില്ല, അത് ചെയിനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം വളരെ ഉപകാരമായിട്ടുണ്ട്. പിന്നെ പെൻഷൻ പദ്ധതികളുണ്ട്. ഇപ്പോൾ അത് പെൻഷനായിട്ടല്ല, ഒരു സഹായധനം, തെയ്യം അവശ കലാകാരന്മാർക്ക് സഹായധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് കിട്ടുന്നുണ്ട്, വലിയച്ഛന് കിട്ടുന്നുണ്ട്. അത് അവർ പ്രതീക്ഷിക്കാത്തൊരു പൈസയാണ്. അവരൊന്നും ഇതിനെപ്പറ്റിയേ ചിന്തിച്ചിട്ടില്ല. അതായത് അപ്പോൾ അവസാന നിമിഷം അവർക്ക് കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു ഫണ്ട് പോലും ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നുണ്ട്.